ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ആദ്യം എന്ത് തീരുമാനം എടുക്കണമെന്ന് ഞങ്ങളല്ലല്ലോ പറയുന്നത്. അല്ല, അത് അവരുടെ തീരുമാനമല്ലേ. ഇതിനു മുമ്പ് SNDP എന്ത് തീരുമാനം എടുത്ത്? SNDP നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ പദവിയായിരുന്നു. അപ്പോൾ അവർ ആ തീരുമാനം എടുത്ത് അന്ന് ശബരിമലയിൽ ആരെയും കയറ്റരുത്, സ്ത്രീകളെ കയറ്റണം എന്നുള്ള നിലപാടാണ് SNDP അന്ന് എടുത്തത്. ഇപ്പം മാറ്റി. പിണറായി വിജയൻ പറഞ്ഞത് ആകാശം ഇടിഞ്ഞു വീണാലും അവിടെ സുപ്രീം കോടതി വിധിയുടെ ഒപ്പം നിൽക്കും എന്നാണ് പറയുന്നത്, അല്ലേ? സുപ്രീം കോടതി വിധിയുടെ കൂടെ നിൽക്കും എന്നാണ് പറഞ്ഞത്. ഒരു തരത്തിലും നവോത്ഥാന ചിന്തയ്ക്ക് മാറ്റമില്ലെന്ന് പറഞ്ഞു. ഇപ്പം എങ്ങോട്ടാ മാറി? ഞങ്ങളല്ലല്ലോ മാറിയത്. ഞങ്ങൾ അന്നെടുത്ത നിലപാടും ഇന്നെടുത്ത നിലപാടും അയ്യപ്പ ഭക്തരുടെ കൂടെ, വിശ്വാസികളുടെ കൂടെ ഉള്ള നിലപാടാണ് എടുത്തത്. ഞങ്ങളുടേത് ഇപ്പം ഞങ്ങളെടുത്ത തീരുമാനം രാഷ്ട്രീയ തീരുമാനമാണ്. ഞങ്ങൾ ആ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. അത് അവരുടെ ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ എന്തിനും ഞങ്ങൾ ആശങ്കപ്പെടണം എന്തിനാ? അത് അവരുടെ തീരുമാനം. അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം ഒരു വിഷയത്തിൽ അവർക്കത് എടുക്കാം. അല്ല, എന്ത് തെറ്റുള്ളത്? അവരെടുത്തോട്ടെ. അത് ഞങ്ങളെ ബാധിക്കുന്ന എങ്ങനെ? ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനത്തിൽ ഒരു ശക്തിക്കും സ്വാധീനം ചെലുത്താനും പറ്റില്ല, ഒരു ശക്തിക്കും മാറ്റാനും പറ്റില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ്. ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം CPM-നില്ല. കേരളത്തിലെ CPM എന്ന് പറയുന്ന ഇപ്പോൾ തീവ്ര വലതുപക്ഷ പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാ ജാതിക്കാരുടെയും മതത്തിൻ്റെയും എല്ലാവരുടെയും പുറകെ നടക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ CPM അതപ്പതിച്ചിരിക്കുകയാണ്. ഞങ്ങളെന്തിനാണ് അതിനെ പുറകെ പോകുന്നത്? ഞങ്ങൾ പോവില്ല. ഞങ്ങൾക്ക് നിലപാടാ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വളരെ വ്യക്തമല്ലേ, വളരെ വ്യക്തമാണല്ലോ. അമൃതാനന്ദമയുടെ അടുത്തൊന്നും പോയില്ലെന്ന് ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ ഈ കപടഭക്തിയുമായി അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളില്ല. അത് ഏത് നിലയിൽ പൊളിഞ്ഞും പോയി, ഏത് നിലയിൽ പൊട്ടിയും പോയി ആ പരിപാടി. പിന്നെ ആകെ പിണറായി വിജയന് സന്തോഷമായത് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ച് മന്ത്രിമാരെല്ലാം പുളകിതരായി. അതാണ് സംഭവിച്ചത്. അപ്പോൾ യോഗി ആദിത്യനാഥും പിണറായി വിജയനും നല്ല കൂട്ടുകാരായി മാറി. അതല്ലേ അതിൻ്റെ പരിണത ഫലം. പിന്നെ വിദ്വേഷം പ്രസംഗിക്കുന്ന ആള്, മറ്റു മതങ്ങളെക്കുറിച്ച് വിദ്വേഷം പറയുന്ന ആളുകൾ, അവരെല്ലാം എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് സ്വയം പരിഹാസനായി. ആ കൂടെ ഞങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. ഞങ്ങളെങ്ങനെ അവിടെ പോയി ഇരുന്നിരുന്നെങ്കിലോ ഞങ്ങളും അതുപോലെ പരിഹാസ കഥാപാത്രങ്ങളായേക്കണം. ഈ യോഗി ആദിത്യനാഥിന്റെ ഈ സന്ദേശം വായിക്കുമ്പോൾ ഞാനങ്ങനെ സ്റ്റേജിലുണ്ടായിരുന്നെങ്കിലോ ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് പോവാൻ. അവസാനിപ്പിച്ച ചോദ്യം